രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം വീണ്ടും UDF പാളയത്തിലേക്ക് മടങ്ങുന്നു എന്ന സൂചനകൾ ശക്തമാകുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി LDFന്റെ വിശ്വസ്ത പങ്കാളിയായിരുന്ന കേരള കോൺഗ്രസ് എം മുന്നണി മാറ്റത്തെക്കുറിച്ച് ഗൗരവകരമായ ആലോചനകൾ നടത്തുന്നതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ജോസ് കെ മാണിയെ തിരികെ UDFിലെത്തിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടലുകൾ നടത്തുന്നു എന്നത് വാർത്തകളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തന്നെ ജോസ് കെ മാണിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതായാണ് ഏറ്റവും പുതിയ സൂചനകൾ നൽകുന്നത്. മധ്യ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ നിർണായക സ്വാധീനമുള്ള കേരള കോൺഗ്രസിനെ കൂടെ നിർത്തുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ UDFന് വലിയ മേൽക്കൈ നൽകുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ ആദ്യ സൂചനയെന്നോണം LDFന്റെ വരാനിരിക്കുന്ന മധ്യമേഖലാ ജാഥയിൽ നിന്ന് ജോസ് കെ മാണി വിട്ടുനിൽക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സാധാരണയായി ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പരിപാടികൾക്ക് നേതൃത്വം നൽകേണ്ട ജോസ് കെ മാണിക്ക് പകരം ഡോക്ടർ ജയരാജാകും ജാഥ നയിക്കുക എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇത് മുന്നണിയിലെ അസ്വാരസ്യങ്ങളുടെയും വരാനിരിക്കുന്ന വലിയ മാറ്റത്തിന്റെയും മുന്നോടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കിടയിലും LDFൽ ഉറച്ചു നിൽക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. LDF നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് തുടരും എന്ന ഒറ്റവാക്കിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം പങ്കുവെച്ചത്. ഇത് പാർട്ടിക്കുള്ളിലെ തന്നെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ പ്രതിഫലനമായാണ് കരുതപ്പെടുന്നതും. കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ മുന്നണി മാറ്റത്തെ ചൊല്ലി കടുത്ത ഭിന്നത നിലനിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് ക്രൈസ്തവ മേഖലകളിലും മധ്യ കേരളത്തിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. LDFനൊപ്പം നിൽക്കുന്നത് ഈ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുമെന്നും പാർട്ടിയുടെ നിലനിൽപ്പിനും സ്വാധീനത്തിനും UDFിലേക്ക് മടങ്ങുന്നതാണ് ഉചിതമെന്നും പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി വാദിക്കുന്നു. UDF വിട്ടതു മുതൽ പാർട്ടി നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും അണികൾക്കിടയിലുള്ള അതൃപ്തിയും പരിഹരിക്കാൻ മുന്നണി മാറ്റം അനിവാര്യമാണെന്നാണ് ഇവരുടെ പക്ഷം. അതേസമയം ജോസ് കെ മാണി ഇപ്പോൾ പരസ്യമായി LDFൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിലെ മറുവിഭാഗത്തിന്റെ ചർച്ചകളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നത് ജോസ് കെ മാണിക്ക് നൽകുന്ന പ്രാധാന്യത്തിന്റെ തെളിവാണ്. മധ്യ കേരളത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ സഹായം UDFന് ആവശ്യമാണെന്ന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശ്വസിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ LDFനുള്ളിലെ ചില അതൃപ്തികൾ കൂടി മുതലെടുത്ത് കേരള കോൺഗ്രസിനെ ഒപ്പം കൂട്ടാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ കേരള കോൺഗ്രസിന്റെ ഈ ചാഞ്ചാട്ടം LDF ക്യാമ്പിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ LDF നേതൃത്വവും സജീവമാക്കിയിട്ടുണ്ടെങ്കിലും ഹൈക്കമാൻഡ് തലത്തിലുള്ള ചർച്ചകൾ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ ഇത്തരം മുന്നണി മാറ്റങ്ങളാൽ സമ്പന്നമാണ്. KM മാണിയുടെ കാലം മുതൽ മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിവിധികൾ നിയന്ത്രിച്ചിരുന്ന പാർട്ടി പുതിയ സാഹചര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നത് കേരള രാഷ്ട്രീയം ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ജോസ് കെ മാണിയുടെ നീക്കങ്ങൾ വിജയിച്ചാൽ അത് മധ്യ കേരളത്തിലെ നിയമസഭാ സീറ്റുകളിലും ലോക്സഭാ സീറ്റുകളിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. പാല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസിനുള്ള സ്വാധീനം മുന്നണികളുടെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങളും പ്രാദേശിക തലത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും പാർട്ടിയെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. UDFിലേക്ക് മടങ്ങുന്നതിലൂടെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ സുരക്ഷിതരാക്കാൻ കഴിയുമെന്ന് പാർട്ടിയിലെ ഭൂരിഭാഗം പ്രവർത്തകരും കരുതുന്നു. എന്നാൽ LDFിൽ ലഭിക്കുന്ന പരിഗണനയും മന്ത്രിസ്ഥാനവും ഉപേക്ഷിച്ചുള്ള ഒരു മടക്കം എത്രത്തോളം ലാഭകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മറ്റൊരു വിഭാഗം. വരും ദിവസങ്ങളിൽ ജോസ് കെ മാണി തന്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുമെന്നാണ് കരുതുന്നത്. രാഷ്ട്രീയ ചർച്ചകൾ മുറുകുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം കേരളത്തിലെ വരാനിരിക്കുന്ന രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.